കൊല്ലം കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറി മയ്യനാട് റൂട്ടിലേക്ക് വരുമ്പോൾ കൊന്നേൽമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി ഒരു 50 മീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. ടോട്ടലായിട്ട് 8.25 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ വരുന്നത് 2800 സ്ക്വയർ ഫീറ്റിലുള്ള അത്യാവശ്യം വലിയൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നല്ല രീതിയിലാണ് എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. ഈ രീതിയിലാണ് മുൻവശം ഒരുക്കിയിട്ടുള്ളത്. ഇതാ ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഗേറ്റിലെല്ലാം ഇൻ കേസ് നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വയറിംഗ് വരേക്കും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് ലക്ഷറിയസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമുക്ക് വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടും. കാരണം 8.25 സെൻറ്റ് സ്ഥലം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അതുപോലെ വേക്കൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 11 സെൻറ്റ് സ്ഥലവും കൂടെ കിടപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടമയെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പം വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലമൊക്കെ വേണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നല്ലൊരു വിലയ്ക്ക് പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം. ബാക്ക് യാർഡ് ആയാലും വീടിൻ്റെ സൈഡായാലും മുൻവശമായാലും നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ കിണറ്റിൽ തന്നെ നല്ല വെള്ളമുണ്ട്. കിണറ്റിലെ വെള്ളം നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനും പൈപ്പ് ലൈൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കണക്ഷൻ മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും. നമ്മുടെ മുൻവശത്തെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് പോകാൻ 3-4 വണ്ടികൾ വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മുടെ മുറ്റത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ വരാന്തയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്ന രീതിയിലാണ് ലൈറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. നമുക്കിതിനകത്ത് തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൂപ്പ് തേക്കെടുത്ത് ആ രീതിയിലാണ് തടിപ്പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ബില്ലടക്കം അവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഈ മുൻവശത്ത് ഇവിടെ ആയിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് TV ആണെങ്കിൽ തിരിച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്തൊരു ഇതുകൂടെ ഒട്ടിക്കാനുണ്ട് കേട്ടോ. അത് ഒട്ടിച്ച് വരുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടാവും. ഇതാ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ TV യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സീലിങ്ങിലൊക്കെ നോക്കിയാൽ നീറ്റായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം ഒരു വുഡിൻ്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഇത് വുഡല്ല, നമുക്ക് ആ ഒരു ഇത് ഒട്ടിച്ചേക്കുവാണ്. പക്ഷെ നമുക്ക് ആ വുഡിൻ്റെ തീമിൽ തന്നെ ചെയ്തെടുത്തിരിക്കുവാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസും അങ്ങനെ എല്ലാം കൂടെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫേവറിൻ്റെ ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ എല്ലാം തന്നെ മേളിലേക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇതുപോലെ ഒരു കൗണ്ടർ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും സാധനം പാത്രമൊക്കെ കഴുകി പെട്ടെന്ന് ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിലും ഈസിലി നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുകയും ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 വലിയ ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ. എല്ലാ റൂമുകളിലും നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് വരുന്നത് സെറ, ജാഗ്വാർ തുടങ്ങിയ ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസിലും നമുക്ക് ക്ലോസറ്റ്, കമോഡ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് വരുന്നത്. എല്ലാം വാൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് വരുന്നത്. ആ രീതിയിൽ തന്നെ ഒരു പ്രീമിയം ലക്ഷറി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം എല്ലാം ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റെയറിന്റെ ആ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നല്ല രസമായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റെയറിന്റെ അടിവശത്തേക്കുള്ള സ്പേസ് എല്ലാം തന്നെ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരും. ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതിപ്പോൾ നമ്മുടെ ഷവറിന്റെ ഡൈവേർട്ടർ ആയാലും എല്ലാ സാധനങ്ങളും ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സീലിങ്ങിലൊക്കെ നോക്കി നീറ്റായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മേളിലേക്കുള്ള സ്റ്റെയർസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും ഇങ്ങനെ ഒരു ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് ഒരു CNC കട്ടിങ്ങിൽ ഒരു ഡിസൈൻ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഒരു പ്രകാശം കണ്ടോ. ഇവിടെ കൂടെ നിഷിട്ട് അതിനകത്ത് ഗ്ലാസ് വെച്ച് ആ രീതിയിലാണ് പ്രകാശം ഉള്ളിലേക്ക് വരുന്നത്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ സ്പേസ് കിട്ടും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ലിവിങ് ഏരിയ ആക്കി അല്ലെങ്കിൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ആയാലും സീലിംഗിലെല്ലാം തന്നെ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ രീതിയിൽ തന്നെ ആ സെയിം ലേഔട്ടിൽ തന്നെ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. നമുക്കൊരു വ്യത്യാസം വരുന്നത് കമോഡ് വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. വാഷ് നമ്മുടെ ഷവറും കാര്യങ്ങളും എല്ലാം ജാഗ്വാർ തന്നെയാണ്. ഇതുപോലെ തന്നെ അടുത്തൊരു ബെഡ്റൂം കൂടെ കാണാം. ഇത് നമ്മുടെ താഴത്തെ ബെഡ്റൂമിന്റെ അതേ ലേഔട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്റീരിയറിൽ വരുന്ന ഡോസ് ആയാലും എല്ലാം തേക്കുന്നടിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ
അടുത്തൊരു ബെഡ്റൂമുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് നോക്കി നമുക്ക് ഇവിടെ ഈ ഒരു ഹൈറ്റിൽ ഇതുപോലൊരു മെഷിൽ അതായത് വെൽഡ് മെഷിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ തുണി ഉണങ്ങാനിടാനായിട്ട് അയ കെട്ടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ കാറ്റടിച്ച് തുണി പുറത്തേക്ക് വീഴുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല കേട്ടോ. അതിങ്ങനെ ഒരു കവേർഡ് ആയിട്ടുള്ളൊരു സംഭവം അവർ തന്നെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ സൺഷെയ്ഡ് കുറച്ചുകൂടെ ഒന്ന് ഇറക്കിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് സേഫായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ടെറസിലേക്കുള്ള എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയൊരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രി വരുന്നത്. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത് മാത്രമല്ല, മുൻവശത്തേക്ക് നമ്മുടെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കാർ പോർച്ചിൻ്റെ മേളിലത്തെ സ്പേസും നമുക്ക് നല്ലതുപോലെ തന്നെ കിട്ടും. ഇവിടെ ഈ രീതിയിലൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മെറ്റലിൽ ചെയ്തതിന് ശേഷം അതിനകത്ത് ടെറക്കോട്ടയിലുള്ള ഇതുപോലൊരു ജാളി വർക്ക് ഇവിടെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ കാർ പോർച്ചിൻ്റെ മേളിലേക്കുള്ള സ്പേസിലേക്കും ഇറങ്ങാവുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശത്തുള്ള വ്യൂ വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. 8.25 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിനാണ് ബിൽഡപ്പ് ഏരിയ വരുന്നത്. നമുക്ക് കാർപ്പറ്റ് ഏരിയ വരുമ്പോൾ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റ് വരും. ആ രീതിയിലുള്ള വീടാണ്. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വേക്കൻ്റ് ആയിട്ടുള്ള ലാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു 11 സെൻറ്റ് സ്ഥലവും ഇതിൻ്റെ സെയിം ഓണറിന് തന്നെ വിൽക്കാനുണ്ട്. ആ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയും കാര്യങ്ങളും അദ്ദേഹം പറയുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. നമ്മുടെ ഈ വീട് വന്നിട്ട് ഈ സ്പേസിംഗ് ആണ്. അതായത് വാസ്തുശാസ്ത്ര പ്രകാരം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ കിംസ്, മെഡിസിറ്റി, അതുപോലെ ഹോളി ക്രോസ് തുടങ്ങി എല്ലാവിധ മേജർ ഹോസ്പിറ്റൽസും സ്കൂൾസും എല്ലാം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്.